അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പോത്തിൻ്റെ ലിവറാണ്. ഇത് രണ്ടും കൂടെ ഒരു 7 കിലോനോളം ഉണ്ട്. അപ്പോൾ ഇതിന് നല്ല കുരുമുളക് ഇട്ട് അടിപൊളിയായിട്ട് വരട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കണം. അതിന് മുകളിൽ കുറച്ച് കച്ചറ കൊഴുപ്പ് സാധനങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. നമുക്കത് മാറ്റാം. ഇതിന് മുകളിലൊരു പേപ്പർ പോലൊരു സാധനമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന സാധനമാണത്. ഇത് കഴിക്കാനുള്ളതല്ല. ഇതൊക്കെ എടുത്താൽ ശരിക്കത് വൃത്തിയാവുള്ളൂ. ഇത് പതുക്കെ ക്ഷമയോടെ ഇതിനെ പതുക്കെ ഇതാക്കി എടുക്കണം. അതുപോലെ പതുക്കെ അങ്ങനെ ഊരിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കാം. ഇത് ഒരുപാട് അമർത്തി കട്ട് ചെയ്താൽ പ്ലിക്കരയാകുന്നത് സാധനം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ലോണം കഴുകിയെടുക്കണം. നമുക്കൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിന് വിനാഗിരി കൂടെ ഒഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുക്കുന്നത്. ഒരുപാട് അമർത്താൻ പറ്റില്ല, പിളുപിളുതായി കളത്. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കുക. ചെറുനാരങ്ങ ഒഴിച്ച് കഴുകിയെടുത്താലും മതി. ഒരു ഉള്ളി വെച്ച് കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും കറണ്ട് ടേസ്റ്റ് കിട്ടുക. ഒരല്പം കടുക് ഒരുപാടിരുത്. കടുക് പൊട്ടി വന്നിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാൻ. ഇനി കുറച്ച് ചെറിയുള്ളിയാണ് ലിവറിന് ശരിക്കും ടേസ്റ്റ് ഉണ്ടാകാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരും. കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവും. എന്നിട്ട് നമുക്ക് അടുത്ത മസാലകളൊക്കെ ചേർക്കാം. നമ്മളതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, തനിയെ ഇതിനകത്തുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അല്ല, അതൊന്ന് ചുങ്ങും ചെയ്തു. ഇതിനി ഒന്ന് ചുങ്ങും. നമുക്കിനി ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ടും കരൾ പോലുള്ള സാധനങ്ങൾ ഇടണം. മല്ലിപ്പൊടി ഇത് മതി, അധികം വേണ്ട. കുറച്ച് കാശ്മീരി ചില്ലി. നമ്മൾ കുരുമുളകാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. ഒരല്പം ഗരം മസാല,
ഒരല്പം പെരുംജീരകം പൊടിച്ചത്. ഇനി മെയിൻ സാധനം കുരുമുളക് പൊടി. ഇതിൽ പകുതി നമ്മൾ ഇടുന്നു, കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇടാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടുള്ളൂ. നമുക്ക് ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് നോക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൽ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേകാനുള്ള വെള്ളം വേണം. നമ്മൾ കുറച്ച് ഗ്രേവി പോലെയാണ് ഇതിന് എടുക്കുന്നത്. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നമുക്കിത് ഒരു 20 മിനിറ്റ് ചെറുതീര് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10-20 മിനിറ്റായിട്ട് അടച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയതാണ്. സംഗതി വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കുറച്ച് ഗ്രേവി നമുക്ക് വേണം. ഇതൊരല്പം കൂടി നമുക്ക് മാറ്റണം. അപ്പോൾ 1-2 സാധനങ്ങളും കൂടി നമുക്ക് ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഈ വെള്ളം വറ്റിക്കാം. ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ഇറക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാം, മതിയാക്കാം. നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ കറി നമ്മൾ ഫ്രൈ ആക്കാൻ വിചാരിച്ചാണ്. പക്ഷെ പൊറോട്ട ആയതുകൊണ്ട് ഒരല്പം ഗ്രേവി കൂടെ ആക്കി. പൊറോട്ട കൂടെ ഒരല്പം ഗ്രേവി വേണം. ഇച്ചിരി വെള്ളം പറ്റിച്ചാണെങ്കിൽ നല്ല അടിപൊളി ഫ്രൈ ആയിട്ടുണ്ടത്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കും ബേബി. പൊറോട്ടയാണ് നമ്മുടെ ഇതിലൂടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരല്പം ഗ്രേവി കൂട്ടിയെടുത്തത്. ഇതിൽ ഇത്തിരി കൂടി ട്രൈ ചെയ്തെടുക്കായിരുന്നു. അടിപൊളി. അമ്മയുണ്ട്. സൂപ്പർ അല്ലേ? കറക്റ്റ് എരിവൊക്കെ അല്ലേ? ഞാൻ കുരുമുളക് ഇട്ടപ്പം വിചാരിച്ചല്ലോ, കുറച്ച് കൂടുതൽ വിചാരിച്ചാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ പറഞ്ഞിട്ട് ഒന്നുമില്ല. അവിടെയാണ് ഇപ്പം ഇതിൽ കുട്ടി അല്ലേ? അവിടെ എരിവില്ലെങ്കിൽ പിന്നെ എരിവില്ല. സംഭവം തന്നെ പൊളിയിട്ടാ. നമ്മളതിൻ്റെ ക്ലീനിങ് കൃത്യമായി ചെയ്തുകൊണ്ടേ അതിൻ്റെ ശരിക്കും ലിവറിന് ഉളുമ്പോ ഒന്നുമില്ലല്ലോ അല്ലേ? സംഭവം സൂപ്പർ. ബീഫ് കറി മാറി നിൽക്കും അല്ലേ? അന്യായ ടേസ്റ്റ് ശരിക്കും അല്ലേ? പോ ശരിക്കും കുരുമുളക് മാത്രം ഇട്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ കുറച്ച് മുളക് പൊടിയ സാധനങ്ങൾ ചേർത്തില്ല. അതാകുമ്പോൾ കറിയുമല്ല ഫ്രൈയും അല്ലാത്ത ടേസ്റ്റ് കിട്ടും അല്ലേ? അത് നന്നല്ലേ സംഭവം? സൂപ്പറായിട്ട് സംഭവം. വെറും കുരുമുളക് മാത്രം ഇട്ടിട്ടും നമുക്കിത് ഉണ്ടാക്കാം. ശരിക്കും ബീഫ് കറിനേക്കാളും പൊളി അല്ലേ? അപ്പോൾ കരൾ കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്ത് ഈ റെസിപ്പി ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ റെസിപ്പി ഉണ്ടാക്കുന്നത്. എപ്പോഴും വലുതുണ്ടാകുമ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ചെറുതൊന്നും കൂടെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാണ്. സംഗതി ഇതിൽ അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. എളുപ്പമുള്ള കഴിച്ച് തീർക്കി പൊറോട്ടയൊക്കെ. ഇനി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇനി കൊടുത്തുകൂടാതെ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇതൊന്ന് ഉള്ളിയാം.